എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് സ്വാഗതം. 18 ഫെബ്രുവരി 2023 ഹിന്ദു ന്യൂസ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. കാരണം എക്സാംസിന് ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടും കൂടിയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇറഗുലാരിറ്റീസ് ഫൗണ്ട് ഡ്യൂറിങ് സർവേ അറ്റ് BBC സേസ് IT ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ BBC ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഓഫീസുകളിലും മുംബൈയിലും ഡൽഹിയിലും IT ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർവേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ടാക്സ് ഇവേഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡൈവേർഷൻ ഓഫ് പ്രോഫിറ്റും ഒക്കെ ആയിട്ടുള്ള ഇറഗുലാരിറ്റീസ് ആയിരുന്നു. അതായത് പ്രോഫിറ്റ് ഡൈവേർട്ട് ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്നും അതുപോലെ തന്നെ ടാക്സ് ഇവേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഔട്ട്കം വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ. ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെഡ് ഓൺ ഫ്രൈഡേ ദാറ്റ് ദ സർവേ ഓവർ 3 days അറ്റ് ഡൽഹി ആൻഡ് മുംബൈ ഓഫീസസ് ഓഫ് ദ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ റിവീൽഡ് മൾട്ടിപ്പിൾ ഇറഗുലാരിറ്റീസ്. ഒന്നിൽ കൂടുതൽ ഇറഗുലാരിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇൻക്ലൂഡിങ് നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓൺ സർട്ടൈൻ റെമിറ്റൻസസ് ദാറ്റ് ആർ നോട്ട് ഡിസ്ക്ലോസ്ഡ് ആസ് ഇൻകം ഇൻ ഇന്ത്യ. അപ്പോൾ ചില കാര്യത്തിൽ ഇൻകം എന്ന രീതിയിൽ ഡിസ്ക്ലോസ് ചെയ്യാത്ത ടാക്സ് ഇവേഡ് ചെയ്യുന്ന കുറച്ച് റെമിറ്റൻസസ് ഉണ്ട് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഇറഗുലാരിറ്റീസ് അവസാനം കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് പ്രസ്സുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം പഠിക്കാൻ. കാരണം കഴിഞ്ഞ എഡിറ്റോറിയലിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇപ്പോൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള, എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കില്ല, അപ്പോൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചോദ്യം റേസ് ചെയ്യുകയാണെങ്കിൽ ഫാക്ച്വലായിട്ട് അതിൻ്റെ കാര്യകാരണ സഹിതം ഫാക്ച്വലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് പകരം വളരെയധികം സബ്ജക്റ്റീവായിട്ട് ഡീൽ ചെയ്തു എന്ന് കരുതപ്പെടുന്ന ഒരു കാര്യമാണ് ഈ BBCയുടെ ഓഫീസുകളിലുള്ള സർവേ. കാരണം BBCയുടെ 2 പാർട്ടുള്ള ഒരു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടിട്ട് ഡോക്യുമെൻ്ററി അവതരിപ്പിച്ചത് കൊണ്ടാണ്, ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനൊരു നടപടിയെന്ന് പലരും ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അത് ആക്ച്വലി സാധാരണ അതിലൊരു ക്രിയേറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഡെമോക്രസി ത്രൈവ് ചെയ്യൂ എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് SC സേസ് നോട്ട് ടു സീൽഡ് കവർ സജഷൻസ് ഇൻ അദാനി കേസ്. ഇപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട്, അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പ്സിൻ്റെ സ്റ്റോക്സിൻ്റെ വാല്യൂ ഇടിയൽ, അതുമായി ബന്ധപ്പെട്ട് സെബിയോടും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കില്ല, ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് സീരീസ് ഓഫ് ഇവൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ സുപ്രീം കോടതി ഒരു കമ്മിറ്റി വെക്കാനാണ് വിചാരിക്കുന്നത്, ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ. ഇതിൽ സെബി അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഒരു സീൽഡ് കവർ, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സീൽഡ് കവറിൽ സജഷൻസ്, എന്തൊക്കെയാണ് സജഷൻസ് എന്ന രീതിയിൽ സീൽഡ് കവറിൽ വെക്കാൻ വേണ്ടി സുപ്രീം കോടതിയുടെ മുമ്പിൽ വെക്കാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതി മുമ്പോട്ട് വന്നിരിക്കുകയാണ്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് സേസ് നോ സീൽഡ് കവർ സജഷൻസ് ഇൻ അദാനി കേസ്. അദാനി കേസിൽ സീൽഡ് കവറിൽ പരിപാടികളൊന്നും വേണ്ട. സീൽഡ് കവറിൻ്റെ പ്രത്യേകത വെച്ചാൽ അതൊരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം സീൽഡ് കവറിൽ എന്താണോ ആക്സെപ്റ്റ് ചെയ്യുന്ന കോടതി അത് പുറത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ എന്ത് പറ്റും, വളരെയധികം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ളൊരു കേസ് ആയതുകൊണ്ട് തന്നെ അദാനി ഫേമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്നുള്ളത് ജനറൽ പബ്ലിക്കിനും അതുപോലെ തന്നെ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അറിയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ സീൽഡ് കവറിലുള്ള സജഷൻസ് എന്തിനെ ബാധിക്കും? ട്രാൻസ്പാരൻസി, സുതാര്യതയെ ബാധിക്കും. അതുകൊണ്ടാണ് സുപ്രീം കോടതി അങ്ങനെ പറയുന്നത്. കോർട്ട് ടു സെറ്റപ്പ് എ കമ്മിറ്റി ടു എക്സാമിൻ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് ഓൺ ദ അദാനി ഗ്രൂപ്പ് ആക്സെപ്റ്റിംഗ് ഗവൺമെൻറ് സജഷൻസ് വിൽ എഫക്ട് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ പാനൽ സീസ് CGI ചന്ദ്രചൂഡ്. DY ചന്ദ്രചൂഡാണ് 50ാമത്തെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ സീൽഡ് കവറിൽ ഗവൺമെൻറ്റിൻ്റെ സജഷൻസ് ഈ പർട്ടിക്കുലർ കേസിൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എഫക്റ്റ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ പാനൽ. ആ പാനലിൻ്റെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത നഷ്ടപ്പെടുമെന്ന് പറയുന്നു. സുപ്രീം കോടതി ഫ്രൈഡേ ചൂസ് ട്രാൻസ്പെറൻസി ഓഫ് ദ ഗവൺമെൻറ് സീൽഡ് കവർ കണ്ടെയ്നിങ് സജഷൻസ് ഫോർ എ കമ്മിറ്റി പ്രപ്പോസ് ടു എക്സാമിൻ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് ഓൺ അദാനി ഗ്രൂപ്പ്, സെയിങ് ദ പബ്ലിക് confidence would take a hit if an impression was created that center was steering the process with the court's nod. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സെൻറ്റർ ഇടപെടുന്നുണ്ട് എന്നറിഞ്ഞാൽ, അവരുടെ സജഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ട്രാൻസ്പാരൻ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ സീൽഡ് കവറിൽ ഒരു സജഷനും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സജഷനും വേണ്ട എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. വി വുഡ് റാദർ നോട്ട് അക്സെപ്റ്റ് ദ സീൽഡ് കവർ സജഷൻസ് ഫ്രം ദ ഗവൺമെൻറ്. ഇഫ് വി ആക്സെപ്റ്റ് suggestions in a sealed cover, the other side will not be able to see them. We want to maintain full transparency. സീൽഡ് കവർ ജൂറിസ്ഡിക്ഷനെ കുറിച്ച്, ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചൊക്കെ ആദ്യമേ ഇങ്ങനെ ട്രാൻസ്പാരൻസി കളയുന്നു എന്ന രീതിയിൽ
ഈ പറഞ്ഞ റാഫേലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന പ്രൈസ് പ്രൊക്യൂറിങ്ങിൻ്റെ കാര്യത്തിലാണ് പ്രൊക്യൂർ ചെയ്ത പ്രൈസ് സീൽഡ് കവറിലാണ് കൊടുത്തിരുന്നത് റാഫേൽ ജെറ്റ്സിൻ്റെയൊക്കെ. അപ്പോൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ആദ്യമേ ഇതിനൊരു ഒപ്പേക്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം അവർ സീൽഡ് കവറിൽ സുപ്രീം കോടതിയെ അറിയിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ആ സജഷൻസ് വേണ്ട എന്ന് പറഞ്ഞത്. ഫുള്ളായിട്ടുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് മതി എന്നാണ് CGI DY ചന്ദ്രചൂഡ് പറയുന്നത്. അപ്പോൾ ആ ന്യൂസിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഹിൻഡൻബർഗ് റിപ്പോർട്ട്, കാരണം കോർട്ട് സെറ്റപ്പ് കമ്മിറ്റി ടു എക്സാമിൻ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. 50th CGI ആരാണ്? DY ചന്ദ്രചൂഡാണ്. അദാനി കേസ്, ഈ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പാരാമീറ്റേഴ്സ് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അടുത്തത് NGT ഫൈൻസ് ഡൽഹി ഗവൺമെൻറ് 2232 crore ഫോർ പുവർ വേസ്റ്റ് മാനേജ്മെൻറ്റ്. വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു ഫൈനാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഡൽഹി ഗവൺമെൻറ്റിനെതിരെ സ്ലാം ചെയ്തിരിക്കുന്നത്. NGT ഫൈൻസ് ഡൽഹി ഗവൺമെൻറ് 2232 crore ഫോർ പുവർ വേസ്റ്റ് മാനേജ്മെൻറ്റ്. Tribunal also forms panel led by LG to monitor waste management. It had earlier imposed 900 crore fine on Delhi for 3 crore tons of waste. 3 കോടി ടൺ വേസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽസ് ഡൽഹിയിലില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇത്രയും വലിയൊരു ഫൈൻ സ്ലാം ചെയ്തിട്ടുണ്ട്. മുമ്പും സ്ലാം ചെയ്തിട്ടുണ്ട് പറഞ്ഞു. 900 crore ഇമ്പോസ് ചെയ്തിട്ടുണ്ട് മുമ്പും. NGT 2010 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഏത് വർഷമാണ്? 2010 NGT നിലവിൽ വന്നത്. ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത് MGNREGSനെ കുറിച്ചാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കീമാണ്. വൺ ഓഫ് ദ പിവട്ടൽ സ്കീംസാണ്. കാരണം ഇത് നമ്മുടെ എക്കണോമിക് സർവേ പോലും പ്രതിപാദിക്കുന്ന ഒരു സ്കീമാണ്. കാരണം ആ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് പോസ്റ്റ് പാൻഡമിക് റിക്കവറിൻ്റെ സമയത്ത് ആൾക്കാർക്ക് ഫുഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തതും എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തതും വളരെ വൈറ്റലായിട്ടുള്ള ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത വൈറ്റലായിട്ടുള്ള ഒരു സ്കീമാണ് MGNREGS. ഇതിനെക്കുറിച്ച് സെൻറ്ററിൻ്റെ സജഷൻസ് മിസ്ഗൈഡഡ് ആണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഗോയിങ് ഓഫ് കോഴ്സ്, ദ സെൻറ്റേഴ്സ് സജഷൻസ് ഇൻ ചേഞ്ചസ് ഇൻ MGNREGS സീംസ് മിസ്ഗൈഡഡ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമുമായി ബന്ധപ്പെട്ട് സെൻറ്ററിൻ്റെ പുതിയ സജഷൻസ് എന്താണ്? മിസ്ഗൈഡഡ് ആണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് നോക്കാം. എ കീ ടു ദ സക്സസ് ഓഫ് എനി വെൽഫെയർ പ്രോഗ്രാം ഈസ് ദ കൺവിക്ഷൻ ഇൻ ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ. ഇൻ 17 years since the MGNREGS has been implemented, studies have asserted its net positive impact in the rural areas, from reducing penury through providing off-season employment and thereby improving household consumption among the invariably poor citizens who avail the scheme, to acting as insurance during monsoon deficient seasons, besides allowing for greater food security through increased productivity helped by the works generated. The scheme continues to be the robust welfare tool. അപ്പോൾ ചില സ്കീംസിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് റൂറൽ ഏരിയയിൽ ഏറ്റവും വീക്കർ സെക്ഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. MGNREGS അതുപോലത്തെ ഒരു സ്കീമാണ്. മാത്രമല്ല ഇത് മൺസൂൺ സമയത്തും അതുപോലെ തന്നെ ഓഫ് സീസൺ സമയത്തൊക്കെ ഫുഡ് സെക്യൂരിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ആക്ട് ചെയ്യുന്നൊരു സ്കീമാണ്. അതുപോലെ തന്നെ കൺസംഷൻ ട്രിഗർ ചെയ്യാനും ആക്ട് ചെയ്യുന്നൊരു സ്കീമാണ്. ഇങ്ങനെയൊരു വെൽഫെയർ ടൂളിന് നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അത് ഇത്രയും ആൾക്കാരെ ബാധിക്കും. വീക്കർ സെക്ഷൻസിനെ പ്രത്യേകിച്ചും ബാധിക്കും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിൽ ഫിസിക്കൽ ബേർഡൻ ഉണ്ട്. എന്താണ്? ഈ പൈസയായി ബന്ധപ്പെട്ട് സെൻറ്ററിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. മാത്രമല്ല ഒരുപാട് കറപ്ഷൻ ചാർജസ് പറയുന്നുണ്ട്. അതുപോലെ ഈ കൃത്യമായിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടുന്നില്ല, ഡിലേസ് ഉണ്ട് പേയ്മെൻറ്റിൽ. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പുതിയ റിവിഷൻസ് വരുമ്പോൾ ഈ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഇംപ്ലിമെൻറ്റേഷൻ റിവിഷൻസ് വരുന്ന സമയത്ത് ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള അറ്റൻഡൻസ് പറയുന്നുണ്ട്. അതൊരു ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം റൂറൽ ഏരിയയിൽ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള അറ്റൻഡൻസ്, ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് ആപ്പ് ബേസ്ഡ് ആയിട്ട് സാധാരണക്കാരുടെ ഈ പറയുന്ന ഒരു വെൽഫെയർ സ്കീമിനെ ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന സമയത്ത് പലപ്പോഴും ഇപ്പോൾ ഈ അറ്റൻഡൻസ് പോലുള്ള കാര്യങ്ങൾ ഡിജിറ്റലാക്കി കഴിഞ്ഞാൽ അവർക്ക് കൃത്യസമയത്ത് എത്താനോ, കാരണം ഒരു ഫ്ലെക്സിബിൾ ടൈമിംഗ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ കൃത്യസമയത്തെത്തി അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യാനോ, മാത്രമല്ല അത്രയധികം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റോ നെറ്റ്വർക്ക് കവറേജോ ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ അതും ഇതിൻ്റെ ഡീമെറിറ്റായിട്ട് ഇതിനെ ബാധിക്കും. അപ്പം ബേസിക്കലി റൂറൽ പുവറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫുഡ് സെക്യൂരിറ്റി അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റും കൊടുക്കുന്ന ഒരു സ്കീമിനെ മറ്റൊരു രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ ബാധിക്കും. മാത്രമല്ല ഫിസിക്കൽ ബേർഡൻ ഉണ്ട് എന്ന് പറയുന്നു. ശരിയാണ്, അതിൻ്റെ പൈസയായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡിസ്ബേഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സെൻറ്ററിന് സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ ഇപ്പം പറഞ്ഞിരിക്കുന്ന റിവൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയും നല്ലതല്ല എന്നതാണ് എഡിറ്റോറിയൽ പറയുന്നത്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് യൂണിയൻ റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ ഗിരിരാജ് സിംഗ് ഹാസ് നൗ സെഡ് ദാറ്റ് ദ ആക്ട് ഷുഡ് ബി amended to change the contribution of funds from 100% by the government to a 60-40 split between the center and the states in order to make states
മോർ വിജിലൻറ്റ് റിഗാർഡിങ് കറപ്ഷൻ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, സ്റ്റേറ്റ്സ് പൈസ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100% സെൻട്രൽ സെക്ടർ സ്കീമെന്ന് മാറി എന്താണ് ഉദ്ദേശിക്കുന്നത്, 60-40 എന്ന പ്രൊപ്പോർഷനിൽ പൈസ ഡിവൈഡ് ചെയ്തിട്ട് 40% ആര് ബെയർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് വഹിക്കണം എന്നാണ് പറയുന്നത്. ഈ പറയുന്ന MGNREGS പേയ്മെൻറ്റ് അത് ഏതിനെ ബാധിക്കും, സ്റ്റേറ്റ്സിൻ്റെ ബേർഡനെ ബാധിക്കും, ഫിനാൻഷ്യൽ ബേർഡനെ, ഫിസിക്കൽ ബേർഡനെ ബാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെയും ബാധിക്കും. കാരണം വെച്ചാൽ അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് മെയിൽ റീച്ചാണ് ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും സാധ്യമാവില്ല. കാരണം സ്റ്റേറ്റ് ആക്ച്വലി ഇപ്പോൾ വളരെയധികം ഫിനാൻഷ്യൽ ബേർഡനിൽ ഉള്ളതാണ്. ഒട്ടുമിക്ക സ്റ്റേറ്റ്സും അവരുടെ അഡ്മിനിസ്ട്രേഷൻ കടമെടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഏത് രീതിയിൽ 40% ഫണ്ട് ഇതിനു വേണ്ടി കണ്ടെത്തുന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. 60-40 split between center and the states in order to make states more vigilant regarding the corruption. But this will only lead to further complication in the funding. There has been a shrinking in the states' share of taxes following GST and the financial stresses during the pandemic. States taking up to 40% of the funding burden would affect the payment of wages even further. The government must change the approach towards MGNREGS by recognizing its potential in catering to the poor's right to work. അപ്പോൾ ഇതിൽ സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവരെന്താ പറയുന്നത്, ഈ സ്റ്റേറ്റ്സ് എടുക്കുന്നത് ഒഴിവാക്കി, അങ്ങനെയുള്ള ചേഞ്ചസ് പ്രപ്പോസ് ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് സ്റ്റേറ്റ്സിന് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് ഫിനാൻഷ്യലി റിലീവ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണ്, വീണ്ടും സ്ട്രെസ്സിലേക്ക് പോകും. കാരണം GST ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൂടി ചില സ്റ്റേറ്റുകൾക്ക് മാത്രമേ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൂ. മിക്ക സ്റ്റേറ്റുകൾക്കും അതൊരു ബുദ്ധിമുട്ടായി. ഈ പറഞ്ഞ ടാക്സ് റവന്യൂസ് കിട്ടാതെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ GST റവന്യൂസ് കൃത്യമായി കിട്ടാത്ത സ്റ്റേറ്റ്സ് ഉണ്ട്. അതൊക്കെ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ 60-40 MGNREGS ആക്കി കഴിഞ്ഞാൽ ആ സ്കീം തന്നെ ഫെയിൽ ആവാനോ അതിൻ്റെ എസൻസ് കളയാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നു. വെൽഫെയർ, റൂറൽ ഫുഡ് സെക്യൂരിറ്റി ഒരു ഇൻഷുറൻസ് പോലെ ആക്ട് ചെയ്യുക, അതുപോലെ തന്നെ കൺസംപ്ഷൻ വർദ്ധിപ്പിക്കുക, അതുപോലെ ഡയറക്റ്റ് പേയ്മെൻറ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് പറയുന്നത്. അത് നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം അത് റൂറൽ പൂവറിനെ എഫക്റ്റ് ചെയ്യുന്ന വളരെ ബേസിക് ആയിട്ടുള്ളൊരു സ്കീമാണ്. അതിൻ്റെ എസൻസ് കളയാതിരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന എഡിറ്റോറിയൽ, ഗോയിങ് ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ പറയുന്നത്. സെൻട്രൽ സജഷൻ ഓഫ് ചേഞ്ചസ് ഇൻ MGNREGS സീംസ് മിസ്ഗൈഡഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാണ് ഈ പറയുന്ന എഡിറ്റോറിയൽ പറയുന്നത്. ഇതിൽ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ എഡിറ്റോറിയൽ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസ് അതിനെ എതിർക്കുന്നത് ഏത് രീതിയിലാണെന്നറിയാം. ഗവൺമെൻറ് ടേക്കിംഗ് ഗ്രാജുവൽ സ്റ്റെപ്സ് ടു ഷട്ട് ഡൗൺ MGNREGS. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പരിപാടികൾ, പുതിയ റിമാർക്സ് ഈ MGNREGS ചേഞ്ചസിൽ 60-40% അനുപാതത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് അത് നിർത്താൻ വേണ്ടിയാണ്, MGNREGS സ്കീം ഒഴിവാക്കാൻ വേണ്ടിയാണെന്നൊക്കെയാണ് കോൺഗ്രസ് അതിനെ എതിർത്തുകൊണ്ട് പറയുന്നത്. കോൺഗ്രസ് പ്രസിഡൻ്റാണ് ഖാർഗെ. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് 2 ഓർഗനൈസേഷനെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഓൺ ഫ്രൈഡേ ഡെസിഗ്നേറ്റഡ് ദ ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ഗസ്നാവി ഫോഴ്സ് ആസ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് അണ്ടർ ദ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1967. അപ്പോൾ ഈ 2 ഓർഗനൈസേഷൻ്റെ പേര്, അതുപോലെ തന്നെ ഈ ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഓൺ ഫ്രൈഡേ ഡെസിഗ്നേറ്റഡ് ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് 1, ജമ്മു ആൻഡ് കാശ്മീർ ഗസ്നാവി ഫോഴ്സ് 2. ഇത് രണ്ടും ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട്, ടെററിസ്റ്റ് ഔട്ട്ഫിറ്റായിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഏതാണ് ആക്ട്? അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, UAPA 1967, 1960. സെലൻസ്കി സീക്സ് സ്പീഡി സപ്ലൈ ഓഫ് ആംസ് ഫ്രോം അലീസ്. അപ്പോൾ ഇതെന്തുമായി ബന്ധപ്പെട്ട ന്യൂസാണ്? ഉക്രൈൻ റഷ്യ വാറാണ്. അപ്പോൾ സെലൻസ്കി ഇതുവരെ ഫൈറ്റ് ചെയ്തത് നാറ്റോ പോലുള്ള ഓർഗനൈസേഷൻ്റെ സപ്പോർട്ടോടുകൂടിയാണെന്ന് പറയുന്നുണ്ട്, വെസ്റ്റേൺ അലീസിൻ്റെ സപ്പോർട്ടോടുകൂടിയാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ റഷ്യ പോലൊരു മൈറ്റി ആയിട്ടുള്ള രാജ്യത്തിൻ്റെ അഗെയിൻസ്റ്റ് നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷം പിന്നിടുന്ന ഈ യുദ്ധത്തിൽ സെലൻസ്കി തോക്കാതെ പിടിച്ചു നിൽക്കുന്നത് ഈ പറഞ്ഞ വെസ്റ്റേൺ അലീസിൻ്റെയും നാറ്റോ പോലുള്ള ഡിഫൻസ് അലയൻസിൻ്റെയൊക്കെ സപ്പോർട്ട് കൂടിയാണെന്ന് പറയുന്നുണ്ട്. അറ്റ് ദ മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസ് ദ ഉക്രൈൻ ലീഡർ സേസ് ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ് ടു ഹിസ് കൺട്രി സെക്യൂർ മിലിറ്ററി അഗെയിൻസ്റ്റ് റഷ്യ ആൻഡ് വോട്ട് ടു പുഷ് ഫോർ കീവ് ജോയിനിങ് ദ യൂറോപ്യൻ യൂണിയൻ നാറ്റോ. അപ്പോൾ ഇദ്ദേഹം എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ്റെ മെമ്പർഷിപ്പും അതുപോലെ തന്നെ എന്താ ആവശ്യപ്പെടുന്നത്, സപ്ലൈ ഓഫ് ആംസ് ആണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ മാത്രമേ റഷ്യയെ ജയിക്കാൻ പറ്റൂ എന്ന് പറയുന്നു. അപ്പോൾ വെസ്റ്റേൺ അലീസുമായി ബന്ധപ്പെട്ട് വെസ്റ്റേൺ അലീസ് എന്തായാലും ഹെൽപ്പ് ചെയ്യണമെന്നാണ് സെലൻസ്കി ഉക്രൈൻ പ്രസിഡൻറ്റ് പറയുന്നത്. വുമൻ 2020 ICC വേൾഡ് കപ്പിനെ കുറിച്ചുള്ള വാർത്തയാണ്. ഇന്ത്യ ഹാസ് എ സ്കോർ ടു സെറ്റിൽ വിത്ത് ഇംഗ്ലണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടുമായിട്ടുള്ള നെക്സ്റ്റ് മാച്ചിനെ കുറിച്ചാണ് പറയുന്നത്. ആഫ്റ്റർ ബീങ് പുട്ട് അണ്ടർ പ്രഷർ ഇൻ ദ ഫസ്റ്റ് 2 games, ഇന്ത്യ വിൽ ഹാവ് നോ റൂം ഫോർ എറർ when it takes on England in Women's T20 World Cup on Saturday. India women team
വേഴ്സസ് ഇംഗ്ലണ്ട് വുമൻ ടീം മാച്ചിനെ കുറിച്ചാണ് പറയുന്നത്. നെറ്റ് റൺ റേറ്റിൽ 2 പേരിലും ഇംഗ്ലണ്ടിനാണ് കൂടുതൽ. അപ്പോൾ 2 കളിയും ഇരു ടീമുകളും ജയിച്ചതുകൊണ്ട് ഇന്നത്തെ മാച്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള മാച്ചാണ്. ഇംഗ്ലണ്ട് ലീഡ്സ് ദ ടേബിൾ വിത്ത് എ ബെറ്റർ നെറ്റ് റൺ റേറ്റ് +2.497 കമ്പയർഡ് ടു ഇന്ത്യ +0.590, ദോ ബോത്ത് ഹാവ് വൺ 2 games each. പാകിസ്ഥാനെതിരെയും വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് ഇന്ത്യ ജയിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ. ഇത് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ. ടേക്ക് കെയർ.